minus 2x cube minus 9x square minus 12x plus 1. ആദ്യം f dash x കണ്ടുപിടിക്കാം കേട്ടോ. Minus 6x square minus 18x minus 2. ഇതിന് 6 കോമൺ കൊടുക്കരുത് കേട്ടോ. ഇതിന് 6 കോമൺ കൊടുക്കരുത്. minus 6 കോമൺ കൊടുത്തെടുത്താൽ മതി. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടും. ആ ഡിഗ്രി ഇക്വേഷൻ എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്റർവെല്ലിൽ എങ്ങനെയാക്കാം, x equal to ഒരെണ്ണം -1 പിന്നെ -2 ഇവിടെ വരും, ഇപ്പുറത്ത് വരുന്നത് കിട്ടിയാവാ എന്ത് എനിക്ക് പോസിറ്റീവ് കിട്ടിയ പക്ഷേ എങ്ങനെ കിട്ടിയത്? സോറി സൈലന്റ് ആണ് -6 x square -3x ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ഈ -6 into അല്ല, ഇപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ ഇല്ലേ, x equal to എന്താണ്, ഒരാൾക്ക് x equal to -1. അപ്പൊ അതിനെ നമുക്ക് ഇപ്പോൾ എടുക്കും x plus 1 എന്ന് എഴുതാലോ. അത് x plus 1 into മറ്റേത് x equal to +2 -2. അപ്പൊ x plus 2 എന്ന് എഴുതാം. അപ്പൊ ഇതിന് നമുക്ക് x ന്റെ വാല്യൂ അതല്ല അങ്ങനെയല്ല, x ന്റെ വാല്യൂ കിട്ടിയത് ഇന്റർവെൽ അത് ഏതാ ഇന്റർവെൽ എന്താ കിട്ടിയത്? ഇന്റർവെൽ എന്താ വരും ഞാൻ പറഞ്ഞു, x ന്റെ വാല്യൂ കണ്ടുപിടിച്ചു മാർക്ക് ചെയ്ത് -∞ to -2 അടുത്ത -2 to -1 അടുത്ത പിന്നെ -1 to ∞. ഇതിലാണ് സ്ട്രിക്ട്ലി ഇൻക്രീസ് ചെയ്യുന്നത്.
എന്താ Increasing. സെക്കൻഡിൽ എന്താ അമ്മ എങ്ങനെ കഴിയുമെന്ന് ഏത് പോലെ ഇട്ട് കൊടുത്തോ നീ സെക്കൻഡിൽ -1 -1 അല്ലേ? -2 -1 -6 into നീ എന്താ ഇട്ടോണ്ട് സെക്കൻഡ് ഹാഫ് ആണ് അതെന്ത് -6 വെക്കാം? into half into 3/2 അതിന്റെ ഇടയിലുള്ള വാല്യൂ ഇട്ട് കൊടുത്തോ കേട്ടോ അപ്പൊ ഏത് കൊടുത്തു -6 into -1/2. 3/2 അങ്ങനെയല്ല ഓപ്ഷൻ അത് നെഗറ്റീവ് ആവുന്നുണ്ടോ? അത് നെഗറ്റീവ് അപ്പോൾ ഡിക്രീസിംഗ് ആണ് അത് ഇൻക്രീസിംഗ് ലെസ് ദാൻ 0 അല്ലേ അവിടെ അപ്പൊ അതിന് അപ്പോൾ ഡിക്രീസിംഗ് ആണ് -0.5 ഇടുമ്പോ ഇത് നെഗറ്റീവ് ഇത് നെഗറ്റീവ് ഇത് പോസിറ്റീവ് ആകത്തില്ല. ഇൻക്രീസിംഗ് ആകട്ടെ സെക്കൻഡ് ഇന്റർവെല്ലില് 1.5 ഹാഫ് അല്ല ഹാഫ് ആണെങ്കിൽ 3/2 സാർ സെക്കൻഡ് എന്തായിരിക്കാം തേർഡിലോ തേർഡില് ഡിക്രീസ് 99% alternate. 99% alternate. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താടാ പറയ് ആ f of x is equal to 6 minus 9x minus x square 6 minus 9x minus x square f dash is and y dash minus 2x minus 9 മൈനസ് വാല്യൂ x ന്റെ വാല്യൂ അരുമ്പതിനും ജയിലിനും ഓൺലൈനാണ്. ഓൺലൈൻ എന്താണ് കൈ ഫാനിലാണ് ഇവിടെ കോളം ഇതിലായിരിക്കും ഇന്റർവെൽ എഴുതിയോ ഞാൻ ചെയ്യട്ടോ ഏത് പോയിന്റ് എടുത്താൽ മതി ഫസ്റ്റ് ഇല്ല ഇന്റർവെല്ലിട്ട് -5 വന്നു മൈനസ് 10/2 എന്ന് പറഞ്ഞാൽ മൈനസ് അല്ല +2 തന്നെ ഇത് ഭയങ്കര സ്ലോ ഇന്റർനെറ്റ് സ്ലോ അതേതാ ഫംഗ്ഷൻ ഫസ്റ്റ് സെക്കൻഡ് വണ്ണ
Next question. F of x is equal to x plus 1 cube into x minus 1 term. F of x is equal to x plus 1 whole cube. There is 1 cube. X minus 3 whole cube. എന്താണ്? എനിക്ക് ഇന്റഗ്രേഷന്റെ കണക്കുകൾ അറിയില്ല. ഇതിനെക്കാട്ടും കൂടുതലാണ്. ഇവിടെ പ്രോഡക്റ്റ് റൂൾ വെച്ച് ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇത്, സെക്കൻഡ് ഫംഗ്ഷൻ ഇത്. ഫസ്റ്റ് ഫംഗ്ഷൻ ടു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ടു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ട്ടാ. Dash of x is equal to first function into derivative of second. എന്ത് വരണം? a into x minus 3 whole square plus x minus 3 the whole cube ഏതാ? 6.3 ആണ്. 6.2 യുടെ 6th question ട്ടാ. ഇതിന് കോമൺ ആയിട്ടുള്ള ടേംസ് കൊടുത്തത് 3 കോമൺ ആണ് രണ്ടെണ്ണത്തിലും 3 കോമൺ ഔട്ട്സ് എടുക്കുക. പിന്നെ ഏതാ കോമൺ? X plus 1 the whole square. Minus X 3. minus X 3 minus the whole square. x plus 1 the whole square x minus 3 the whole square കൊടുത്തിട്ടുണ്ടോ? മനസ്സിലായി. ആ കൊടുത്തെടുക്കാൻ മീൻസ് ഇത് കോമൺ അല്ലേ? x plus 3 കോമൺ ആണ് രണ്ടെടുത്തുണ്ട്. 3 കൊടുത്തെടുത്ത് പിന്നെ x plus 1 ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ x plus 1 ഹോൾ സ്ക്വയർ ആണ്. അത് കൊടുത്തെടുത്ത് x plus 1 the ഹോൾ സ്ക്വയർ. പിന്നെ ഏതാ ഉള്ളത്? X minus 3. x minus 3 the whole square. ബാക്കി എത്രയുള്ളത് അപ്പോൾ? ഇവിടെയുള്ളത് x plus 1 പിന്നെ പ്ലസ് പൊട്ടേതാണുള്ളത് സ്ക്വയറാ പുറത്തെടുക്കുക. ബാക്കി ഒരെണ്ണം ഉണ്ടാവില്ല അവിടെ. അപ്പോൾ അത് x minus 3. ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് മീൻസ് എല്ലാം വരും. Minus 1, 1, 3. ഇത് ബ്രാക്കറ്റ് ഒക്കെ മാറ്റിയിട്ട് എഴുതാം കേട്ടോ. അല്ല. അപ്പൊ എന്ത് വരും? 3 into അല്ല ഒരു മൈനസ് ഉണ്ടല്ലോ. എവിടെ മൈനസ്? എവിടെയാണ് മൈനസ്? ഓ സാർ x minus മൈനസ്
പഠിച്ചതിന് ശേഷം അതിൽ നിന്ന് 2 ഓർത്തെടുക്കാലോ. ഇവിടെ 2 കോമൺ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 6 into x plus 1 the whole square x minus 3 the whole square ബ്രാക്കറ്റിനുള്ളിൽ എന്ത് വരും x minus 1 എന്ന് വരും. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ ഏതൊക്കെ ഒരു നെഗറ്റീവ് നമ്പർ ഇവിടെ വന്നാലും ഇതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുള്ളൂ? പോസിറ്റീവ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് രണ്ട് കൺസിഡർ ചെയ്യണ്ട. ബാക്കി x minus 1 മാത്രം എടുത്താൽ മതി കേട്ടോ. സ്ക്വയർ രണ്ടിന്റെ സ്ക്വയർ ആയതുകൊണ്ട് നമ്മൾ എടുക്കാനുള്ളത് കേട്ടോ. സ്ക്വയർ എടുക്കുമ്പോൾ നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ എന്ത് വന്നാലേ പോസിറ്റീവ് അപ്പൊ പോയിന്റ് ചെയ്തിട്ടാണ് -1 ഏതാ? ഇത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. x minus 1 അത് മാത്രം മതി. മറ്റേ രണ്ടെണ്ണം എടുക്കണ്ട. മറ്റേത് എടുക്കണ്ട. കാരണം ഇത് രണ്ട് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പൊ അത് എടുക്കണ്ട. ഇതിന്റെ മാത്രം നോക്കിയാൽ മതി. അപ്പൊ 2 ഇന്റർവെൽ മാത്രം. രണ്ടിനുള്ള ഒരു ഇന്റർവെൽ വരുള്ളൂ. x minus 1 മാത്രമല്ലേ വരുള്ളൂ. ഇത് രണ്ട് നമ്മൾ കൺസിഡർ ചെയ്യണില്ല. കാരണം ഇത് സ്ക്വയർ ആയതുകൊണ്ടിട്ട് എന്തായാലും പോസിറ്റീവ് വാല്യൂ വരുള്ളൂ. അപ്പൊ x minus 1 മാത്രം എടുത്താൽ മതി. അപ്പൊ x equal to എന്ത് വരും? 1. അല്ല അപ്പൊ -1 1 2 ആ രണ്ട് ഇന്റർവെൽ. മനസ്സിലായാടാ? പറഞ്ഞ മനസ്സിലായ? എന്ത്? അതല്ല ഇതെന്ത് എടുക്കാനാ? സീറോ Zero. നെഗറ്റീവ് നമ്പർ സ്ക്വയർ ആകുമ്പോൾ പോസിറ്റീവ് ആകും. അപ്പൊ x minus 1 എന്ന് പറഞ്ഞ ഇന്റർവെൽ ഇത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ x equal to 1. അപ്പൊ ഇന്റർവെൽ എങ്ങനെ വരും? -∞ to 1 1 to 2. അതിലേതാ? സ്ട്രിക്ട്ലി ഇൻക്രീസ്. അത് കറക്റ്റ് ആണ് പറയണത്. അല്ല ചെയ്തിട്ടില്ല. ആ ശരി. ഫസ്റ്റ് ഇന്റർവെൽ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണ്. ഫസ്റ്റ് ഇട്ടത് എഫിഷ്യൻറ്റ്ലി ഡിക്രീസിംഗ് അല്ല. ഞാൻ ചെയ്താ ചെയ്താ മനസ്സിലായില്ല. കൈവശമാണ്. കഴിഞ്ഞാടാ അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് നാളെ മറ്റേ ക്ലാസ്സുണ്ടോ? നിനക്കല്ലേ എനിക്ക് എന്റെ സ്കൂളിൽ നിന്നില്ല, എനിക്കില്ല, ട്വൽത്തിനുണ്ട്. ഞാൻ എന്റെ സ്കൂളാണ്, ഞാൻ 12th ആണ്. 12th കേക്കണ്ട കേന്ദ്ര ചെയ്ത ഇയാൾ ആദ്യം ആ സ്കൂളിൽ ഉണ്ടല്ലോ അല്ല ഇവിടെ ഞാൻ ആറോ ചെയ്യണം, പക്ഷെ സ്കൂൾ വൈസ് കുറച്ചൊക്കെ അല്ല നീ ഈ യൂണിഫോം മെനക്കേസ് ഉണ്ടല്ലേ, എനിക്ക് സാലറി മാത്രം അങ്ങനെയൊക്കെ കുറച്ച് show that 7 question y is equal to log x log into ഏത് പ്രശ്നം 7 question x is 7 question show that y is equal to log of 1 plus x minus 2x by 2 plus x x greater than minus 1 is increasing function of x throughout its domain. Show that they were ക്ലാസ്സിൽ കൊണ്ടുപോകാറുണ്ടോ? ക്ലാസ്സിൽ കൊണ്ടുപോകാറുണ്ടോ?
ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണെന്ന് അതിന്റെ ഡൊമൈൻ എക്സിലാണ് കാണിക്കുന്നത്. അപ്പൊ ആദ്യം y ഈക്വൽ ടു എഴുതുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. f of x is equal to y എന്ന് പറഞ്ഞ f of x ആണ്. f of x is equal to അത് എഴുതിയിട്ട് f dash of x കണ്ടുപിടിക്കാം. അപ്പൊ log x ന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഇവിടെ എന്താ കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യണം കേട്ടോ. നടക്കാൻ മൈനസ് 1 plus x 1 plus x minus ആ ഹോൾ ഒരു ലോഗിലല്ലേ അത് നീ എന്ന് പറഞ്ഞ മൊത്തം അല്ല അങ്ങനെയൊക്കെ അല്ല അത് മേലെ 28 ലോഗ് ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താ log of 1 plus x ന്റെ ഡെറിവേറ്റീവ് 1 by minus കോഷ്യന്റ് റൂൾ കേട്ടോ. ഞാൻ ഇവിടെ ഓടിക്കും പപ്പയുടെ കോഷ്യങ്ങൾ എന്താ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ വെച്ച് പറഞ്ഞാൽ മതി. എന്താണ് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് അത് ചെയ്യാൻ ഇവിടെ ഒന്ന് ചെയ്യാൻ LCM എടുക്കണം. ആയിരത്തി 4/2 plus x കിട്ടിയാ പറഞ്ഞോ മൈനസ് പ്ലസ് എക്സ് ഇൻറ്റു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം കേട്ടോ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ എത്തി ക്രോസ് മൾട്ടിപ്ലൈ കേട്ടോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് ലാസ്റ്റ് ആൻസർ കിട്ടിയാൽ കാണിച്ചാ അവിടെ കാണിച്ചു കേട്ടോ. ആകെ പറഞ്ഞ അതേല്ലോ ഇപ്പൊ എന്താ ഇത് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണ് ഗ്രേറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് പോസിറ്റീവ് ആവും. അല്ലടാ നീ ഇവിടെ എന്താ ചെയ്യുന്നത്? LCM എടുത്ത് ഇവിടെ അവസാനം എത്തി. സ്ക്വയർ അതായത് ഇത് സ്ക്വയർ ആയതുകൊണ്ട് സ്ക്വയർ ആയതുകൊണ്ട് പോസിറ്റീവ് ആണ്. കാരണം പക്ഷേ പിന്നെ മൈനസ് 0 കൊടുത്താൽ 0 കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ എഴുതണം. കിട്ടിയാ പറഞ്ഞു കിട്ടിയാ പ്രത്യേക ഒരു ഉത്തരവാദിത്തം വരുന്നോട് ചോദിക്കുമ്പോൾ അതുവരെ ഇല്ലാത്ത എന്ത് മാത്രം എന്തൊരു പ്രത്യേകത ആ എന്താ ബാക്കിയുള്ള ദിവസം പ്രത്യേകത ഇല്ലേ? അല്ല അപ്പൊ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താ കട്ട് ചെയ്ത് കളയാൻ ഇത് സ്ക്വയർ ആയതുകൊണ്ട് സ്ക്വയർ ആയതുകൊണ്ട് സാധനം നെഗ്ലക്ട് ചെയ്യുന്നത്. പക്ഷെ അത് നെഗ്ലക്ട് ചെയ്ത് ആകെ നോക്കേണ്ടത് 1 + 6. കട്ട് ചെയ്ത് കളയാം.
എത്ര കിട്ടി സിംപ്ലിഫൈ ചെയ്തപ്പോൾ? ഇതില്ലേ ഇനി എന്താ? അല്ല 4 വന്നത് 4 വന്നത് ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യാട്ടോ. എപ്പോഴും ഹോൾ സ്ക്വയർസ് എക്സ്പാൻഡ് ചെയ്യാം. ലാസ്റ്റ് വന്നത് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് ഇൻറ്റു 2 പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ. അങ്ങനെ എഴുതിയത്. നമ്മളോട് പറഞ്ഞേക്കുന്നത് ഡൊമൈനിൽ എന്താണ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ് കാണിക്കാനാണ് പറഞ്ഞേക്കണം. അപ്പൊ ഈ കണ്ടീഷൻ ക്വസ്റ്റിൽ തന്നെ തന്നിട്ടുണ്ട് എക്സ് ഗ്രേറ്റർ ദാൻ -1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്തായാലും -1 വരുമോ? കാരണം എക്സിന് -1 കൊടുത്ത വാല്യൂ എന്തായിരിക്കും? ഡിനോമിനേറ്റർ മൊത്തം 0 ആയി പോകും. അപ്പൊ എന്തായാലും എക്സ് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? -1 മേലെ വരുള്ളൂ അല്ലേ. x+1 എന്തായാലും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പൊ അതിലേക്ക് x+1 is greater than 0. ഓൾസോ ഈ സ്ക്വയർ ടേമുകളെല്ലാം പോസിറ്റീവ് ആയിരിക്കില്ലേ? അപ്പൊ ആൻഡ് ഓൾസോ 2 plus x whole square and x square always greater than 0. So the function is increasing. So the function is increasing for all x in domain. X greater than -1. മനസ്സിലായോ? അത് സ്ക്വയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് അപ്പൊ ഇതെന്താ 1 plus x എന്താവാനാ? 1 plus x greater than 0. അതെന്താ greater than 0? എന്തുകൊണ്ട് greater than 0? -1 -1 greater -1 ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണം. 0. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. Find the value of x for which നിങ്ങൾ ഇങ്ങനെ മൊബൈൽ ചോദിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ ഇങ്ങനെയാണ് ചെയ്തേ പറ്റുള്ളൂ. അല്ലാണ്ട് ഞാൻ പോരത്തിങ്ങനെയല്ല കേട്ടോ. അപ്പം അല്ലാണ്ടായിട്ട് ഒരു കാര്യമില്ല. ഇത് നിങ്ങൾ ചെയ്തല്ലേ ക്ലാസ്സിൽ? ചെറുതായിട്ട് മറന്നു പോകാം. മാക്സിമം മിനിമം പഠിപ്പിച്ചപ്പോൾ ഇത് മറന്നു. Find the value of x for which ഒരു രീതിയിലാണ് ഒരു എന്റർടൈൻമെന്റ് ഇല്ലാത്ത ക്ലാസ് ആയിരിക്കും. എന്താ ഇന്റഗ്രേഷൻ ഡിഫറൻസ് ചെയ്തിട്ട് ഇങ്ങനെയാണ്. കരച്ചില് കരച്ചില്ല വരും. കടച്ചില് വരും. കടച്ചിലല്ല കടച്ചിലാണ്. ചെയ്ത് പഠിത്തട്ടെ. Find the value of x for which y is equal to x into x minus 2 the whole square is increasing function. Find the value of x for which X into x minus 2 the whole.
ചെയ്ത് കൊടുക്കാം. എക്സ് സ്ക്വയർ എക്സ് മൈനസ് 2 കൊടുക്കാം. എക്സ് സ്ക്വയർ എക്സ് മൈനസ് 2 കൊടുക്കാം. എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്താൽ മതി കേട്ടോ. എക്സ്പാൻഡ് ചെയ്തിട്ട് എടുക്കുന്നതിനെക്കാട്ടും എഫ് ഡാഷ് എഫ് എക്സ് എന്തായിരിക്കും? അല്ല എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് 2 അങ്ങനെ എടുക്കണം. ആ ഇത് തുറക്കേണ്ട ആവശ്യം എക്സ് മൈനസ് 2 എന്ത് ചെയ്താൽ മതി? കോമൺ കൊടുക്കുന്നത്. എന്താ കിട്ടിയത്? സിംപ്ലിഫൈ ചെയ്തപ്പോൾ ത്രീ വാല്യൂസ് എക്സ് മൈനസ് 2 കൊടുത്തെടുക്കാം. അപ്പൊ എന്താ വന്നു? 4x into x minus 2 into x minus 2. അതിൽ 4x equal to 0 എടുത്തിട്ട് x 0 ആയിട്ട് വെക്കും. എല്ലാ ടേമും ഈക്വൽ ടു 0 കൊടുക്കണം. എനിക്ക് കിട്ടിയാ?
കിട്ടിയാലോ? ആരുടെ കിട്ടിയില്ലേ? ഫോൺ കൊടുത്തെടുത്താൽ മതിയില്ലേ? പിന്നെ കിട്ടാൻ ഫോണിനായിട്ട് സാധനമെല്ലാം കൊടുത്തെടുക്കാം. ബാക്കി വരുന്ന ടൈംസ് എല്ലാം ചെയ്തേക്കാം. അങ്ങനെ കിട്ടിയോ? ഇത് നോക്കിക്കേ, നമുക്ക് dy by dx f dash of x എന്ന് പറയുന്നത് x minus 2 4x x minus 1 ഇതാ കിട്ടിയത്. അപ്പൊ ഇതിൽ നമ്മൾ ഒന്നാമത്തെ ഇന്റർവെൽ എന്തെടുക്കാം? 4x is equal to 0 കൊടുക്കുമ്പോൾ x ന്റെ വാല്യൂ എന്ത് വരും? ഓരോ ടൈം equal to 0 എന്ന് കൊടുക്കണ്ടേ? ഇത് f dash x ആണ്. അപ്പൊ ഇതിൽ ഓരോ ടൈം equal to 0 എന്ന് കൊടുക്കണം. എല്ലാം മൾട്ടിപ്ലൈ അല്ലേ എടുക്കുന്നത്. അപ്പൊ ആദ്യം 4x is equal to 0 എന്ന് കൊടുക്കുമ്പോൾ x equal to എന്ത് വരും? 0 കിട്ടും. രണ്ടാമത്തെ ഏതാണ്? x minus 1 equal to 0 എന്ന് കൊടുക്കുമ്പോൾ x equal to 1 കിട്ടും. മൂന്നാമത്തേത് x minus 2 equal to 0 എന്ന് പറയുമ്പോൾ x equal to എന്ത് വരും? 2 കിട്ടും. അപ്പൊ ഇവിടെ എത്ര ഇന്റർവെൽസ് ഉണ്ട്? അപ്പൊ അതിൽ ഫംഗ്ഷൻ ഏതിലാ ഇൻക്രീസിങ്? 0 to 1 0 to 1 ലും. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞേക്കണ ചോദിച്ചേക്കണ ക്വസ്റ്റ്യൻ? ഇൻക്രീസിങ് ഡിക്രീസിങ് അല്ലേ ചോദിച്ചത്. അപ്പൊ ഇന്റർവെൽസിന്റെ വാല്യൂ കൊടുക്കുക, ഏതിലാണ് ഇൻക്രീസിങ് ഡിക്രീസിങ് കണ്ടുപിടിക്കുക. എക്സിന്റെ വാല്യൂ ഇതിന്റെ വാല്യൂ ഇത് ഓരോന്ന് ഈക്വൽ ടു 0 കൊടുക്കണം. x minus 2 equal to 0, 4x is equal to 0, x minus 1 equal to 0 എന്ന് കൊടുക്കാം. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ ആദ്യത്തെ 4x equal to 0 കൊടുക്കുമ്പോൾ x ന്റെ വാല്യൂ എന്ത് കിട്ടും? 0 കിട്ടും. രണ്ടാമത്തെ x minus 0യും 1ഉം 2 ഗ്രാഫിൽ വരയ്ക്കുക. 0 1 ഇന്റർവെൽസ് കിട്ടും. അപ്പൊ മൈനസ് ഇൻഫിനിറ്റി ടു 0, 0 to 1, 1 to 2, 2 to infinity. Y is equal to 4 sin theta by 2 plus cos theta minus theta. Increasing ആണ്. Prove that. Prove that. Y is equal to 4 sin theta by 2 plus cos theta minus theta.
ആദ്യം ഡാഷ് എക്സ് എടുക്കാം. ക്വസ്റ്റ്യൻ ചെയ്യണം കേട്ടോ. അതാണ് തുടങ്ങിയോ? തുടങ്ങിയാൽ എയ്റ്റ് കോസ് തീറ്റ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്യണം. കട്ട് ചെയ്ത് കളഞ്ഞോ? എയ്റ്റ് കോസ് തീറ്റ പ്ലസ് 4 ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ അല്ലേ? ഇവിടെ 8 കോസ് തീറ്റ പ്ലസ് 4 കോസ് തീറ്റ പ്ലസ് 4 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 കോസ് സ്ക്വയർ ബൈ 2 കോസ് 2 പ്ലസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 1. ഇനി അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ആ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എത്ര ഉണ്ട്? ഇവിടെ എത്തി സ്ക്വയർ അത് എടുക്കേണ്ട ആവശ്യമില്ല. 4 മൈനസ് കോസ് തീറ്റ മാക്സിമം വാല്യൂ കോസ് തീറ്റയുടെ മൈനസ് പക്ഷെ മാക്സിമം വാല്യൂ -1 പക്ഷെ 1 അല്ല. 2 പ്ലസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ അത് അടിയില് മേലെ അവിടെ 2 പ്ലസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ എൽസിഎം ചെയ്തപ്പോൾ മൈനസ് അതിനെ ഇത് എക്സ്പാൻഡ് ചെയ്യും. പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ചു.
ഇത് എക്സ്പാൻഡ് ചെയ്യും. അവിടെ 4 cos square theta sin square theta എന്ന് വരുന്നില്ലേ? 4 cos square theta plus sin square theta. 4 cos square theta plus 4 sin square theta. അതിന്റെ 4 പുറത്തെടുത്തിട്ട് ബാക്കി cos square theta plus sin square theta 1 ആണ്. ഇതിന്റെ 4 ഓൺ പുറത്തെടുക്കാം. പിന്നെ ഈ cos square theta sin square theta അത്ര വെയിറ്റുണ്ടോ? എന്റെ ലഞ്ച് ബാഗ് അതിനുള്ളിലൊന്നുമല്ല. ഞാൻ ഇറങ്ങി ഓടുന്നു. എനിക്ക് ഒരുമാതിരി സ്ഥാനത്തിന് ഇഷ്ടം. എത്രയുണ്ട്? -4. അതെ. കിട്ടിയാ? ഇത് F' ഇനി ഇതിന് സീറോ എടുക്കണ്ട. ഇനി എന്തോ ചെയ്യും? ഞാൻ ഇതിന്റെ തന്നെ എത്തി. ആ ഇനി നീ ചെയ്താ? തന്നെ ചേരാ അവനവിടെ ചെയ്ത് വെച്ചത് എടുത്ത് കോപ്പി ഇല്ല, കോപ്പി അടിക്കാനില്ല. എന്നിട്ട് ഞാൻ ഇതിന്റെ ഇത് എടുത്തിട്ട് ഈക്വൽ സീറോക്കി കഴിഞ്ഞു. അവിടെ വരെ ചെയ്താ cos theta into 4 minus cos theta by 2 plus cos theta the whole square. ഡിനോമിനേറ്റർ എന്താ സ്ക്വയർ അതെന്താ പോസിറ്റീവ് ആയിരിക്കും. പിന്നെ cos theta-യുടെ വാല്യൂ അതായത് തീറ്റ ഈസ് ലൈസ് ബിറ്റ്വീൻ ഇത് പറഞ്ഞിട്ടുണ്ട് 0 to 1 ഇടയ്ക്കായിരിക്കും. അല്ല 0 to π/2 ഇടയ്ക്കായിരിക്കും. അപ്പൊ cos theta-യുടെ വാല്യൂ എന്തായിരിക്കും? 0 to 1 ഇടയ്ക്ക് വരുള്ളൂ cos theta-യുടെ വാല്യൂ. അപ്പൊ അങ്ങനെ എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഫംഗ്ഷൻ എല്ലാം പോസിറ്റീവ് ആയിരിക്കും. എന്താണ് ഫംഗ്ഷൻ ഈസ് ഇൻക്രീസ്. യോമാരോട് എത്തട്ടെ നമ്മളവിടെ പകുതിക്ക് വെച്ചിരിക്കണേ ചെയ്ത ചെയ്താ എവിടെ പ്ലസ് ആണോ മൈനസ് ആണോ? ഇവിടെ അല്ലേ മൈനസ്? ഇവിടെ പ്ലസ് അല്ലേ? പിന്നെ അതിന് അവിടെ മൈനസ് ആക്കിയിട്ടാണല്ലോ വന്നത്. അപ്പോൾ അതാണ് അങ്ങനെ ഈ മൈനസ് ആക്കിയിട്ട് നമ്മൾ പ്ലസ് ആയി ഡെറിവേറ്റീവ് എടുക്കും. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ 2 cos theta പ്ലസ് 4 cos square theta പ്ലസ് 4 sin square theta. ഇത് 4 പുറത്തെടുക്കാം. ഇത് നമുക്ക് ഇത് 4 പുറത്തെടുക്കാം. അപ്പോൾ എന്ത് വരും? 8 cos theta into 4 ഈ cos square theta പ്ലസ് ഇവിടെ 4 ഇല്ലേ sin square theta അത് വരും അല്ലേ? മൈനസ് 2 ഇൻറ്റു നമ്മൾ cos ചെയ്ത സാധനം പ്ലസ് 2 പ്ലസ് ഇതിന്ന കാര്യം നമുക്ക് എന്താ 1 അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം 8 cos theta 8 cos theta അല്ല അത് ലാസ്റ്റ് ക്ലാസ് അല്ല അപ്പത്തെ പേര് ക്ലാസ് ചെയ്താൽ മതി. അവണ്ടാവും ഏതൊരു ക്ലാസ് ചെയ്താൽ മതി. എക്സ്പാൻഡ് ചെയ്ത് കട്ട് ചെയ്ത് കളയുമ്പോൾ ഈ സാധനം വരുന്നു. ഇതിന്റെ കോസ്റ്റ് ചെയ്ത് പുറത്തെടുക്കാമല്ലോ. മറ്റൊരാൾ കിട്ടിയാ ഇവിടെ മൈനസ് ഒന്നോ ആദ്യം കിട്ടിയാ ഓനെ പുറത്തെടുക്കണം കിട്ടൂലല്ലേ? എവിടെയാ തെറ്റിയിട്ടുണ്ടേ? മൾട്ടിപ്ലൈ ചെയ്താ നീ ഇവിടെ 4 cos square theta sin 4 sin square theta അല്ലേ? ഇതിന്റെ 4 പുറത്തെടുക്കാം.
sin square theta cos square theta equal to 1 by 2. അതെങ്ങനെ ഇൻഡു ആയത്? ഇതെങ്ങനെ ഇൻഡു ആയത്? ഇവിടെ സെൻസ് വന്നിരുന്നു. നീ ബാക്കി പോടാ, നീ ബാക്കി പോയി അവിടെയുള്ളവന്മാരെയും കൂടി എടുത്തു ചെയ്താടാ. ഇവിടെ ചാടി പോവാ. കുറച്ച് നടത്തിലേക്ക് എഴുതി കഴിഞ്ഞാടാ. അവന്മാർ നമ്മൾ ചിരിക്കണം. ചെയ്താ കിട്ടിയില്ലേ? പണ്ടത്തെ കാര്യങ്ങളാ, പണ്ടത്തെ ചിരിക്കാൻ വേണ്ടിയൊക്കെ ഉണ്ടാവും. എവിടെ വരെ കിട്ടി? എനിക്ക് മറ്റേ നമ്മള് ഓരോ കോമ്പൗണ്ടുകൾ സയൻസ് അത് ഞാൻ അത് മിസ് മനസ്സിലാക്കണം. നിനക്കാ സെവണാ? സെവണേന്ന് ചോദിക്കാവുന്നത് ഇത് നീ എന്താണ് കാണിച്ചു വെച്ചിട്ടുള്ള അടിയിലെങ്ങനെ മൈനസ് വൺ വന്ന്? ഇവിടെ എങ്ങനെ മൈനസ് വന്ന്? ഇത് ഇവിടെ അല്ലേ? cos theta ഇതിന്റെ 4 പുറത്തെടുത്തു പ്ലസ് അല്ലേടാ. അപ്പൊ എന്താ cos square theta plus sin square theta മൈനസ് മൈനസ് എന്താ 1 അന്ന് അങ്ങോട്ട് ഇടുന്നപ്പോൾ എന്തായി? ഈ സാധനം അങ്ങോട്ട് പുറത്തേക്ക് പ്ലസ് cos theta cos square y എന്ത് വന്നു? ഇതെന്താ? ഇതിന്റെ വാല്യൂ എന്താ? അപ്പൊ cos theta plus 4 മൈനസ് ഇത് എക്സ്പാൻഡ് ചെയ്യാം a plus b whole square. എന്നിട്ട് സാധനങ്ങൾ കൊടുത്തിട്ട് കട്ട് ചെയ്ത് അടിയിലത്തെ സാധനം അക്കിന്റെ ചെറുങ്ങാട്ട് തീർന്നാ അതിന് മാത്രം നീ ചെയ്താ അവിടെ കാണിച്ചേ. മരുന്നില്ലടാ, അങ്ങോട്ട് എടുത്തിട്ട് പിന്നെ അത് കുറഞ്ഞു. ഇനി ഹോസ്പിറ്റലിൽ പുറത്തെടുക്കാം. ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യാം. ഇവിടെ പ്ലസ് ആണ് കേട്ടോ. ഇതിന് കോസ്റ്റ് പുറത്തു അത് അത് മാത്രമേ അത് മാത്രമേ അല്ല അവര് കിട്ടി ലാസ്റ്റ് അതിന് അത് അവന് മതി. അല്ല അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എഴുതിയാൽ മതി അല്ലേ? ഈ ഇതില് കോസ്റ്റിന്റെ അതും കൂടി പുറത്തെടുക്കലാണ്. അത്രയും ചെയ്തിട്ട് അതും കൂടി പുറത്തെടുക്കാൻ എനിക്ക് മടിയാണ്. ഇത്രയും നേരം പുറത്തെടുത്തില്ലേ? എന്നെ കിട്ടിയാ ഇത് കഴിഞ്ഞ് ഇത് എഴുതിയാൽ മതി. കോസ്റ്റിന്റെ പുറത്തെടുക്കും. വേണ്ട അതങ്ങനെ ആ ഗവൺമെന്റ് കോസ്റ്റ് വൈ സൂപ്പർ കോസ്റ്റിന്റെ കോസ്റ്റ് ഇനി എഴുതാൻ പ്ലസ് ഇല്ല അല്ല ഇനി എഴുത്. ഇത് അണ്ടർ സ്ക്വയർ ആൻഡ് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ഈ ഇന്റർവെല് പോസിറ്റീവ് ആണ്. അപ്പോൾ കോസ്റ്റിന് ഈ ഇന്റർവെല് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇംഗ്ലീഷ് മനസ്സിലാക്കാം. അതിന് ഇംഗ്ലീഷ് അതുകൂടി എഴുതുക. പ്ലസ് 4 മൈനസ് മൈനസ് നോക്കാം. ഫോർ മൈനസ് കോസ്റ്റ് മൈനസ് ഇവിടെ മൈനസ് ഫോർ എടുക്കാം. സ്റ്റാൻഡേർഡ് കോമഡി ആദിശങ്കർ പറയായിരുന്നു. ഞാൻ ഫോണ് ജോക്ക് ചുമ്മാ അങ്ങനെ ഹരിശങ്കർ കുറച്ച് ചീത്ത പറഞ്ഞു.
cos theta by 2 plus cos theta the whole square. എന്താണ് ഇൻക്രീസിംഗ് ആണെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞേ? ഇതാണ് നമുക്ക് കിട്ടിയത് ഫസ്റ്റ് ഡെറിവേറ്റീവ്. എന്തുകൊണ്ടാണ് ഇൻക്രീസിംഗ് ആണെന്ന് പറയാൻ കാരണം? അതെങ്ങനെ? എന്താ ഓരോ ടൈം എടുത്ത് പറയണം. നമുക്ക് പറഞ്ഞേക്കണേ തീറ്റ ഈസ് ലൈസ് ബിറ്റ്വീൻ എവിടെ തീറ്റ ഇതിന്റെ എടുക്കാന്ന് പറഞ്ഞാൽ 0 to π/2 അല്ലേ? ഇനി സെക്കൻഡ് അടുത്ത ടൈം എന്തായിരിക്കും? ഓൾവേസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കാരണം അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്തായാലും പോസിറ്റീവ് ആണ് കിട്ടും. പിന്നെ എന്താ cos θ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും? കാരണം എന്താ? 0 to π/2 ന്റെ ഇടയിൽ cos θ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ 4 മൈനസ് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ 4 മൈനസ് ഇതിന് പോസിറ്റീവ് വാല്യൂ വന്നാൽ എന്തായിരിക്കുള്ളൂ? അത് പോസിറ്റീവ് ആയിരിക്കും. 4 മൈനസ് cos θ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ ആണ്. 4 മൈനസ് cos θ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഫംഗ്ഷൻ എന്തായിരിക്കുള്ളൂ? എടാ ഓരോ ക്വസ്റ്റ്യൻ ചെയ്തു നോക്കണോട്ടെ ഇതുപോലെ. ഈ കോമൺ പുറത്തെടുക്കണമെങ്കിൽ ചിലവന്മാർ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവസാനത്തെ ഫൈനൽ ആൻസർ കിട്ടൂല. മിക്കവാറും ചിലപ്പോൾ ടെക്സ്റ്റിൽ ചോദിക്കാറുണ്ട്. എന്താണ് നമുക്ക് ടെക്സ്റ്റ് കിട്ടിയാ? അപ്പൊ നോക്കിക്കേ, മിക്കവാറും എടാ കേക്കണ്ട, ഈ ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന് സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കോളൂ. അപ്പൊ ഫസ്റ്റത്തെ ചിലപ്പോ എന്തായിരിക്കും? എന്തായാലും ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് വെക്കണം കേട്ടാ. അത്രയെങ്കിലും ചെയ്താൽ കിട്ടും പകുതി മാർക്ക്. പിന്നെ ഈ പൊട്ടത്തിലൊന്നും ചിലപ്പോ ഇവന്മാരെ എഴുതിയെന്ന് വരും. ബാക്കി സ്ക്വയർ വരുന്ന എന്തായാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ബാക്കിയുള്ള വാല്യൂസ് പോസിറ്റീവ് ആണ്. ഷോ ദാറ്റ് ക്വിക്ലി ഇൻക്രീസിംഗ് എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം എന്തായിരിക്കും? പോസിറ്റീവ് ആണെന്ന് നിങ്ങൾ എഴുതി വെക്കാം. റീസൺ എഴുതിയില്ലെങ്കിലും കേട്ടാ. പ്രൂഫൊക്കെ അങ്ങനെ ചോദിക്കോളൂ. പക്ഷേ ഡെറിവേറ്റീവ് എടുക്കാനാണ് ഇവന്മാർക്ക് ബുദ്ധിമുട്ട്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ആണ്ടാ കിട്ടണം. ബാക്കി കിട്ടാത്ത ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടുന്നുണ്ട്. സെക്കൻഡ് മറ്റേ അടുത്ത് തുടങ്ങിയാണ് പ്രശ്നം. ഡെറിവേറ്റീവ് കിട്ടുന്നുണ്ട്. കുറെ പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ അത് ശരിയാവും. ലോഗരിതം ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെന്ന് ചോദിച്ചാണ് പറഞ്ഞേക്കാം. ലോഗരിതം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് നിങ്ങൾ തന്നെ പ്രൂവ് ചെയ്തിട്ട് കാണിച്ചു. ലോഗരിതം ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഓൺ 0 to infinity. log x strictly increasing on 0 to infinity. ട്ടാ. അത് മാത്സിൽ നമ്മൾ പറയാം. എന്താ മെസ്സേജ്? അങ്ങനെ ഇനി വെറുതെ പറഞ്ഞില്ല. ഇത് പറ. എത്തനെയല്ല? ആണാ? അപ്പൊ നിന്റെ സ്കൂളിൽ ഭയങ്കര സ്ലോ ആണല്ലോ. ഏതാ? അല്ല അവിടെ എടുത്ത് നീ അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇത് നിനക്ക് ചെയ്യാൻ പറ്റും. ലോഗ് എക്സ് സ്ട്രിക്ട്ലി ഇൻക്രീസ്. എല്ലാവരും ചെയ്തേ. ലോഗ് എക്സ് 60 ഇൻക്രീസിങ് ആണെന്ന് കാണിക്കാനാ പറഞ്ഞേക്കണം. 0 to infinity തന്നിട്ടുണ്ട് ഓൾറെഡി. ആ ഒരു ഇന്റർവെല്ലാണ് പറഞ്ഞേക്കണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക്. എന്താ 1/x ആണോ? ആണ് 1/x ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അവിടെ 1/x ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും ഓൾവേസ്. ഇന്റർവെൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 0 to infinity ആയതുകൊണ്ടിട്ട് 1/x എപ്പോഴും എന്തായിരിക്കുള്ളൂ? പോസിറ്റീവ് ആയിരിക്കുള്ളൂ.
മറ്റേ ഇന്റർവെൽ ആണെങ്കിലോ -∞ to 0 ആണെങ്കിലോ എന്നാലും റേഞ്ച് ഓഫ് log function r plus also റേഞ്ച് എന്താ r plus r പ്ലസ് നമുക്ക് പോസിറ്റീവ് അപ്പോൾ ലോഗരിതം ഫംഗ്ഷൻ എന്തായിരിക്കും അപ്പോൾ ഡെറിവേറ്റീവ് എടുത്ത് പറയുന്നത് 1 മാർക്കിനൊക്കെ ചോദിക്കും അതാണ് MCQ MCQ ഉണ്ടാ നിങ്ങൾക്കപ്പോ അപ്പൊ നിങ്ങൾ കാര്യം ചെയ്യണം ടെക്സ്റ്റ് നല്ല രീതിക്ക് വായിച്ചാൽ MCQ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും അതല്ല MCQ നിങ്ങൾക്ക് 2 3 ക്വസ്റ്റ്യൻ 5 മാർക്കിന്റെ ചോദിക്കണം. അല്ല MCQ ല് നിങ്ങൾക്ക് ചെയ്ത് നോക്കാനുള്ളതാണ് ആ ചെയ്ത് നോക്കണ്ടാവും സമയം പോലെ സമയം പോകും 3 മാർക്സ് ഒക്കെ ചെയ്യും നമ്മൾ. MCQ ലാസ്റ്റ് അല്ല അപ്പൊ എനിക്ക് എൻട്രൻസ് ചെയ്താൽ MCQ വന്നാ എൻട്രൻസ് ചെയ്താൽ പക്ഷെ എൻട്രൻസ് ചെയ്ത് തമാശയല്ല MCQ ആണെങ്കിൽ എന്താ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്തായാലും നിങ്ങൾക്ക് സമയം വേണ്ടി വരും പക്ഷെ എനിക്ക് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ 1 മാർക്ക് അത് ചോദിച്ചിട്ടുണ്ട് അങ്ങനെയാണ് MCQ MCQന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ മറ്റേ സ്റ്റെപ്പ് ചെയ്ത മാർക്ക് കിട്ടും അല്ലല്ല ഞങ്ങൾക്ക് ഓപ്ഷൻ സ്റ്റെപ്പ് എഴുതണം എന്നാലേ മാർക്ക് എഴുതാം ഞങ്ങളുടെ മാഡത്തിന് അതെന്താണ് ഞങ്ങൾക്ക് അങ്ങനെയാണ് സ്റ്റെപ്പ് യു മസ്റ്റ് റൈറ്റ് 2 or 3 steps ഓൾസോ MCQ കോൺഫിഡൻസ് എളുപ്പമാണ് അത് കാരണം സ്റ്റെപ്പ് എഴുതില്ല നിങ്ങൾ ടീച്ചേഴ്സ് ഒക്കെ 5 പേര് ഞങ്ങളുടെ ഒരു ടീച്ചർ MCQന് മാത്രമേ ലൈക്ക് മാർക്ക് എല്ലാവരും എക്സാം ഹോളിൽ ഇരുന്ന് ചെയ്തോണ്ടിരിക്കുക. ഞാൻ റോൾ നമ്പർ 4 ഇവൻ 7 അങ്ങ് ദൂരെ അവരെ വിളിച്ചൊന്നും കേൾക്കില്ല. എന്റെ MCQ അപ്പൊ തന്നെ ആലോചിക്കുന്നത് ഇല്ല ഞാൻ ചിലപ്പോ അവൻ തെറ്റുള്ള ആൻസർ MCQന് മാർക്കില്ല. ബാക്കി MCQന് മാർക്കില്ലേ ഞാൻ നോക്കാറില്ല പിന്നെ ഞാൻ നോക്കിയാലും ഞാൻ ചിലപ്പോ തെറ്റുള്ള ആൻസർ കൊടുക്കും മനഃപൂർവ്വം നിങ്ങൾക്ക് CBSE കൂടുതൽ ആദ്യം എൻട്രൻസ് ഉണ്ടായിരുന്നു. ഇവൻ ആദ്യത്തെ മാസം അല്ല CBSE ഞങ്ങളെല്ലാം അവര് എൻ്റർ സ്കൂളിൽ എൻട്രൻസ് ചെയ്യുന്നത് ഇല്ല നമ്മള് പോണ്ടായിരുന്നു. പക്ഷെ ഇവന് 1 ലക്ഷം ഫീസും കൊടുത്ത് ആദ്യത്തെ മാസം തന്നെ ഇട്ടിട്ട് പോയി. നീ എത്ര കൊടുത്തത് ഞാൻ ഫുൾ ഫീസ് കൊടുത്ത് ഫുൾ ഇയർ ഇരുന്നു എന്നിട്ടാണ് ഇവൻ അത് തീരാണ്ട് നിർത്തിക്കുന്നു. എനിക്ക് വയ്യ ലഞ്ച് വരുന്ന സ്കൂളിൽ പ്രയാണം സാറ്റർഡേ അങ്ങനെയൊന്നുമില്ല. ലൈക്ക് മൺഡേ വെനസ്ഡേ ഉണ്ട്. പക്ഷേ ഓൾറെഡി മൺഡേ വെനസ്ഡേ നോൺ വെജ് മൺഡേ വെനസ്ഡേ ട്യൂസ്ഡേ തേഴ്സ്ഡേ ട്യൂസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ നെയ്ച്ചോറും ഇന്റഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്താ കഴിഞ്ഞു ഇല്ല കഴിഞ്ഞില്ല എന്നിട്ട് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അവിടെ വരെ മൺഡേ ഫിസിക്സ് പേപ്പർ ഞങ്ങൾക്ക് ടെസ്റ്റ് ഇതിന്റെ മറ്റേ ഇപ്പെടുത്തോണ്ടിരിക്കുന്നതിന്റെ ടെസ്റ്റ് ഞങ്ങൾക്ക് എക്സാമിന്റെ പോർഷൻസ് കണ്ടിന്യൂറ്റി ആപ്ലിക്കേഷൻസ് ഉള്ളു പിന്നെ 7.3 വരെ ഇന്റഗ്രേഷൻ ഹോം സയൻസ് നവംബർ അല്ലെങ്കിൽ ഒക്ടോബർ മോസ്റ്റ്ലി ഒക്ടോബർ ആകുമ്പോൾ ചിലപ്പോൾ ഈ സ്പീഡ് പോയി ഒക്ടോബറിലല്ല അടുത്ത ഒക്ടോബറിൽ Tuesday. ആഹാ ഇന്റഗ്രേഷൻ എത്തി അവന്റെ ഇന്റഗ്രേഷൻ എത്തി
നിസ്സാദേ, ഒരു പരിപാടി ഉണ്ടാവും. അവരുടെ ക്ലാസ്സിൽ ഒരു ദിവസം ഉണ്ടായില്ല. ക്ലാസ് ഉണ്ടായില്ല. ക്ലാസ് ഉണ്ടായി ഞാൻ ഉണ്ടായിരുന്നു. എനിക്കെല്ലാം അറിയുള്ളൂ. അല്ല എനിക്കല്ല എവിടെ എത്തി ഇന്റഗ്രേഷൻ തുടങ്ങി. ഇന്റഗ്രേഷൻ എവിടെ ഫോർമുലാസ് ഒക്കെ കഴിഞ്ഞു. നിറച്ച സ്ട്രിക്റ്റ് ഫോർമുല എല്ലാ ഇവിടെ ഫോർമുലാസ് ഇല്ല സാർ. ഫസ്റ്റ് എക്സൈസ് Prove that the function f of x is equal to x square minus x plus 1. Prove that the function f of x is equal to x square minus x plus 1 is neither strictly increasing nor strictly decreasing on minus 1 to 1. Prove that the function f is given by f of x is equal to x square minus x plus 1 is neither strictly increasing nor strictly decreasing on minus 1 to 1. On minus 1. Minus 1 to 1. f of x എടുക്കുക f dash of x എടുക്കുക. Neither strictly എന്ന് വെച്ചാൽ എന്താണ് നമ്മളെ neither strictly increasing nor decreasing. ഇങ്ങനെ ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കും. അങ്ങനെ നിങ്ങൾ നേരത്തെ ഞാൻ അഭിരാമിനെ വിളിച്ചിട്ടുണ്ട്. Neither strictly increasing nor decreasing എന്ന് വെച്ചാൽ എന്താ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഞാൻ ചെയ്തിട്ടില്ല. എന്താ ചെയ്യേണ്ടത്? ആ prove ചെയ്യണ്ടേ? ആദ്യം focus കണ്ടുപിടിക്കുക. One by two. അപ്പൊ ആ interval എടുത്തിട്ട് അതില് മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഓ മൈനസ് 1 ഞാൻ ചെയ്തിട്ടില്ല ഇവിടെ തലത്തിൽ ഇന്റഗ്രേഷൻ ആണ് ഈ തല മറന്നില്ല അതാണ് ഇന്റഗ്രേഷൻ ഡെറിവേറ്റീവ്സ് അങ്ങനെയല്ല ടോപ്പിക്കാണ് തല പോയി സത്യം പറയുകയാണ് നിങ്ങളത് ഞങ്ങളെല്ലാം യൂസ് ചെയ്യുന്നത് എന്തൊക്കെയോ നോക്കുന്നുണ്ട് സയൻസ് റിലേറ്റഡ് ആയിട്ട് ഒന്നായിരുന്നു മാത്സ് റിലേറ്റഡ് ആയിട്ട് ഒന്നായിരുന്നു അതായത് ഇതിന്റെ അകത്ത് ആദ്യം നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കും. അപ്പൊ എത്ര കിട്ടി? 2x minus 1. അപ്പൊ ആദ്യം നമ്മൾ എഫ് ഓഫ് എക്സ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെങ്കിൽ എന്തായിരിക്കുള്ളൂ? എഫ് ഡാഷ് ഓഫ് എക്സ് എന്തായിരിക്കുള്ളൂ? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ 1/2 എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല രണ്ട് ഇന്റർവൽ ഇടും ഒന്നത്തെ ഇൻക്രീസിങ് ഒന്നത്തെ ഡിക്രീസിങ് ആണെങ്കിൽ നോട്ട് ഇൻക്രീസിങ് നെതർ ഇൻക്രീസിങ് അല്ല ഇവര് പറഞ്ഞേക്കണ എന്താ? അത് അങ്ങനെ പറഞ്ഞത് ആ പ്രൂവ് ചെയ്യണം. ജസ്റ്റ് എന്താ ഒരു രണ്ട് ഇന്റർവൽ ഒരു ഇൻക്രീസിങ് ഒന്ന് ഡിക്രീസിങ് ആണെങ്കിൽ അവസാനം എഴുതുമ്പോൾ ഇറ്റ് ഇസ് നെതർ ഇൻക്രീസിങ് നോട്ട് ഡിക്രീസിങ് മൈനസ് 1 മടേന്റെ ഇടയിൽ 1/2 ഇട്ടിട്ട് രണ്ട് ഇന്റർവൽ ഡയറക്റ്റ് അതായത് നമ്മൾ ആദ്യം എഫ് ഡാഷ് എക്സ് x minus 1. x minus 1 സ്ട്രിക്ട്ലി എഫ് ഡാഷ് ഓഫ് എക്സ് അതങ്ങനെ ഞാൻ പ്രോജക്റ്റ് ഇല്ലേ മറ്റന്നാൾ സമയത്തില്ല ഫ്രൈഡേ ചെയ്യും ഇവിടെ ആകെ ക്രിക്കറ്റിലെ റൂൾസ് പി.ടി. പോലും നേരെ ഇല്ല എടാ ചെയ്താടാ ആദ്യം എന്ത് ചെയ്തത്? അതിനാ ചിരിച്ചു കഴിഞ്ഞാ f of x is equal to x square minus x plus 1. f dash of x എന്താ കിട്ടിയത്? 2x minus 1. അപ്പൊ ആദ്യം
ആദ്യത്തേത് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെങ്കിൽ എന്തായിരിക്കും എഫ് ഡാഷ് ഓഫ് എക്സ് എന്തായിരിക്കും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ ഇതിന് 2x is equal to ഗ്രേറ്റർ ദാൻ എന്ത് കിട്ടും 1, x is greater than 1/2. അപ്പോൾ ഇന്റർവെൽ എങ്ങനെ കിട്ടും നമുക്ക്? x is increasing on 1/2 to 1 ലാണ് എന്ത് ഇൻക്രീസിംഗ്. ഡിക്രീസിംഗ് ആണെങ്കിൽ ലെസ് ദാൻ 0 കൊടുക്കുക. അപ്പോൾ ഞാൻ ഏതൊരു ഇൻക്രീസിംഗ് ആവും ഡിക്രീസിംഗ് ആവും വെക്ടർ എടുത്തു കഴിഞ്ഞാൽ ക്ലാസ്സിൽ നിങ്ങളുടെ കഴിഞ്ഞിട്ട് അല്ലേ ബാക്കിയുള്ളവരുടെ വെക്ടർ തുടങ്ങിയിട്ടില്ല. ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ സെലക്ഷനാണ് സ്കൂൾ ക്യാപ്റ്റൻ നമ്മുടെ ക്ലാസ്സിൽ രണ്ടാം പൊസിഷൻ ഉണ്ട്. ഒറ്റ സ്കൂൾ ക്യാപ്റ്റൻ സ്കൂൾ ക്യാപ്റ്റൻ Vice ബോയ് captain. സ്കൂൾ വൈസ് ക്യാപ്റ്റൻ അങ്ങനൊന്നുമില്ല. അങ്ങനെയില്ല സ്കൂൾ ക്യാപ്റ്റൻ ഇപ്പൊ ടെക്സ്റ്റ് ഒന്നും വേണം. സ്കൂൾ ക്യാപ്റ്റൻ ഹയസ്റ്റ് വോട്ടർ ക്യാപ്റ്റനാണ്. സെക്കൻഡ് ഹൈസ്റ്റ് ഉള്ള വൈസ് ക്യാപ്റ്റൻ അത്രേ ഉള്ളൂ. അല്ലല്ല 12th രണ്ടു വന്ന 12th മാർക്ക് 11th ഹൗസ് ക്യാപ്റ്റൻ. ഹൗസ് ക്യാപ്റ്റൻ അത് 12th 11th ഉണ്ട്. 12th ക്യാപ്റ്റൻസ് എല്ലാം 11th എല്ലാം വൈസ് ക്യാപ്റ്റൻ. ഇമാജിൻ ജൂനിയർ എഞ്ചിനീയർ ക്യാപ്റ്റൻ ഇതേ ക്വസ്റ്റ്യൻ ആണ്. അവിടെ 5 ക്വസ്റ്റ്യൻ ഉണ്ട്. സ്കൂളിൻ്റെത് ലിറ്റററി CCS സ്പോർട്സ് ഡിസിപ്ലിൻ സ്റ്റുഡൻറ് ഹൗസിലുണ്ട് എല്ലാം 4 ഹൗസ് ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റൻ. സ്പോർട്സ് ക്യാപ്റ്റൻ ലിറ്റററിക്ക് ഒരു പണിയില്ല ഡിസിപ്ലിന് ഒരു പണിയില്ല. ഞാൻ ലിറ്റററി എന്താ ഒരു പണിയില്ല ഹൗസ് ഒരു പണിയില്ല ഞാൻ അതിനകത്ത് ബാറ്റ് കാണില്ല. ഒരു പണിയില്ല. ഞങ്ങൾ വല്ല എന്തെങ്കിലും ബോർഡ് ഡെക്കറേഷൻ കാര്യങ്ങൾ അങ്ങനെ ഗ്രൂപ്പായിട്ട് ചെയ്യും. സെലക്ഷൻ പോലെ ഉണ്ടായില്ല. ഞാൻ ബോർഡിലേക്ക് പേര് ക്യാപ്റ്റൻ ആരൊക്കെ വേണമെങ്കിൽ സെലക്ട് പുതിയതായിട്ട് മിസ് അടിപൊളി ക്യാപ്റ്റൻ ഇവിടെ അടുത്തൊരു ഹെഡിങ് എനിക്ക് മാക്സിമം മാക്സിമം അയ്യോ ആ എന്താ തല പോകുന്ന സെക്ഷൻ. അല്ല അത് ഡെഫിനിഷൻ ഓക്കെ ക്ലാസ്സല്ലേ സമയം എനിക്ക് എങ്ങോട്ട് പോകാനാണ്? അറിയാലോ. അതെ അത് നടന്നിട്ടൊന്നല്ല പോന്നെ AC കാറുണ്ട് താഴെ AC കാറല്ല എനിക്ക് മെട്രോയിൽ നിന്നു പോകണം. എന്ത് തിരക്കാന്ന് പറയും. മെട്രോ AC അല്ല എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ദി ഇന്റർവെൽ I. എടാ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. It is defined on the interval I. Then f is said to have a maximum value in I. There exists a point C in I such that അതായത് നമുക്ക് f of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇതിലൊരു പോയിന്റ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇത് നോക്കിയിട്ട് f of c എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതായിരിക്കണം ഏറ്റവും വലുത്. എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും ഇപ്പൊ നോക്കിയിട്ട് നമ്മൾ x² പ്ലസ് 2x ഇതൊരു ഫംഗ്ഷൻ അല്ലേ. ഇതിൽ നമ്മൾ 4 എന്ന് പറഞ്ഞ പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോഴാണോ 2 എന്ന് പറഞ്ഞ പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോഴാണോ മാക്സിമം വാല്യൂ വരുന്നത്? 4 ഇട്ട് കൊടുക്കുമ്പോഴാണ് വരുന്നത്. അപ്പോൾ മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ആ പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോഴായിരിക്കണം ഏറ്റവും വലിയ വാല്യൂ കിട്ടേണ്ടത്. ബാക്കി എല്ലാ വാല്യൂസും എന്ത് വരണം? താഴെ വരുന്നത്.
അപ്പൊ എഫ് ഓഫ് എക്സില് നമ്മളൊരു മാക്സിമം വാല്യൂ കൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ ആ വാല്യൂ ആയിരിക്കണം എന്ത്, ആ സി ആയിരിക്കണം. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് സി എന്ന് പറഞ്ഞ ഒരു വാല്യൂ, ആ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ അതായിരിക്കണം ഏറ്റവും വലുത്. ബാക്കി ഏത് പോയിന്റ് ഇട്ട് കൊടുത്താലും അത് എന്ത് വരണം, താഴെ വരാൻ പാടുള്ളൂ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. ഇനി എഫ് ഓഫ് എക്സ് ഈസ് കോൾഡ് മാക്സിമം വാല്യൂ ഓഫ് എഫ് ആൻഡ് ആ പോയിന്റ് സീനെ പറയണതാണ് എന്ത്, പോയിന്റ് ഓഫ് മാക്സിമം എന്ന് പറയുന്നത്. ഡെഫിനിഷൻ വരികെ f is said to have a maximum value in I. F is said to have a maximum value in I. There exists a point C in I such that f of C is greater than f of x for every x belongs to I. So if it is said to have a maximum value in I. F is said to have a maximum value in I if there exists a point C in I. അപ്പൊ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഇന്റർവെൽ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ കേട്ടോ. C in I such that f of C is greater than f of x for every x belongs to I. മിനിമം വാല്യൂ എന്തായിരിക്കും, നേരെ തിരിച്ച് f of C ആയിരിക്കും ഏറ്റവും ചെറുത്, ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ വലുതായിരിക്കും ആ ഇന്റർവെൽ. അങ്ങനെയാണെങ്കിൽ f of x is equal to x സ്ക്വയറിന്റെ മാക്സിമം വാല്യൂ എന്താ, f of x is equal to x square. अगर function f of x is equal to x square, x belongs to R. ഇതിന്റെ മിനിമം വാല്യൂ എത്ര പറയുന്നത്, ഏത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഫംഗ്ഷന് ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്നത്, എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് 0. മാക്സിമം വാല്യൂ അപ്പോൾ മാക്സിമം വാല്യൂ ഉണ്ടാ, മനസ്സിലായോ? എനിക്ക് വേണ്ട അവനോട് എന്താ ഓട്ടോഗ്രാഫ് പ്രോബ്ലം ആണോ പാടായിട്ടുള്ളത്? ആ എക്സസൈസ് Miscellaneous ഉണ്ട്, സാധാരണ ആ സാധനം പറ്റില്ല. Miscellaneous exercise ഇതിനെ കുറിച്ച് drawing തിയറം ഉണ്ടോ പഠിക്കാൻ? ഇല്ല. ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആണ്. ക്വസ്റ്റ്യൻസ് ആണ് തിയറം ഉണ്ടല്ലോ, അപ്പൊ അതാ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാക്സിമം ആണ്, മിനിമം ആണ്. അങ്ങനത്തെ സെക്കൻഡ് ഡെറിവേറ്റീവ് പ്രത്യേകിച്ച് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉപയോഗിക്കണം. അങ്ങനെ അതെന്താ നിങ്ങൾക്ക് അങ്ങനെ സെക്കൻഡ് ഡെറിവേറ്റീവ് അല്ല, ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു ഇക്വേഷൻ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. f dash of f double dash of x at every നിങ്ങൾക്ക് points ഓൺസൈഡ് കിട്ടും. ട്യൂഷൻ ഉണ്ടാവാറ്? ഉണ്ടാവും. This is not a question. എക്സാം നടക്കുന്നുണ്ട് ഇപ്പൊ ബാക്കിയുള്ള subject. ഇപ്പൊ ലാസ്റ്റ് ആഴ്ച ഇപ്പൊ കഴിഞ്ഞ ഇവിടെ ആ. അല്ല അടുത്ത ആഴ്ച ഇവിടെ തുടങ്ങും. അല്ലല്ല എന്റെ സ്കൂളിൽ മന്ത്ലി അപ്പൊ അടുത്ത ക്ലാസ്സിലെ ചെറിയ ടെസ്റ്റ് ഇടാം. എന്തിന് ഞാൻ വരുന്നില്ല. ഇതല്ല ആ ഇത് അല്ല മാക്സിമം ഇംഗ്ലീഷിംഗ് അല്ലേ? ആ അല്ല അത് പഠിപ്പിച്ചിട്ടേ ഉള്ളൂ. എടാ, 6:20. ഇല്ല പക്ഷെ 20 കിട്ടി. അവര് പറഞ്ഞ അത് 27